എന്താണ് ഈ ആ, താരനെ പറ്റി ഇങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും ലോജിക്കുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇത് കേട്ടിട്ട്? താരനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ വയറിളക്കുന്നത് പൊതുവേ ഉം, എന്ത് അസുഖം വന്നാലും ആളുകള് വയറിളക്കുന്നത് കണ്ടിട്ടുണ്ട്. അതില് ഉം, ഇപ്പം സാത്വിക് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊരു പേജ് ഉണ്ട്. ഞാൻ അവരെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ഉം, ഒരുപാട് ഡിസീസസ് നമ്മുടെ ഈ കോളൻ ക്ലീൻ ആക്കുന്നത് വഴി അപ്പം ഉം, എനിക്കിതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലെങ്കിലും നമുക്ക് കാണുമ്പോൾ ചില കാര്യങ്ങൾ അയ്യോ അത് ശരിയാണോ എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ KP പറഞ്ഞതുപോലെ ആഹ് ഇപ്പൊ നമുക്കെല്ലാം തെളിയിക്കുന്നോടം വരെ നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് തെളിയിച്ചാലോ അതിനൊരു പോസിബിലിറ്റി ഞാൻ പറയാം താരന്റെ കേസ് അല്ല ഞാൻ പറയുന്നത്. പൊതുവെ നമ്മുടെ വയറ് ക്ലീൻ ആയി ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് കുറെയൊക്കെ അസുഖങ്ങളിൽ ഉണ്ടാവാതിരിക്കില്ലേ? കോളൻ ക്ലീൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്നുള്ളത് എന്റെ ഒരു സംശയമാണ്. പിന്നെ അതേപോലെ ഈ ഹോമിയോപ്പതി തള്ളിക്കളയുന്നത് പോലെ തന്നെ നേച്ചുറോപ്പതി അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു ഇതാണോ? കാര്യം നമ്മള് നാച്ചുറൽ ആയിട്ട് ഹീലിംഗ് സംഭവിച്ചൂടെ? ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ പിള്ളേർക്ക് മരുന്നൊന്നും കൊടുക്കാറില്ല. എന്ന് വെച്ച് ഞാൻ ഹോം റെമഡീസും പരീക്ഷിക്കാറില്ല. ഉം. അത് നാച്ചുറൽ ആയിട്ട് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കൊടുക്കാറുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് ഹീൽ ആയിട്ടും ഉണ്ട് ഇതുവരെ. ആഹ് അതായത് ഇപ്പൊ പനിയോ ജലദോഷമോ ഒക്കെ തന്നെ വരാറുള്ളൂ. അത് അതിനപ്പുറത്തേക്കുള്ളതൊന്നും വന്നിട്ടുമില്ല. ഇപ്പം വന്നാൽ തന്നെ ഞാൻ ഇപ്പൊ എന്റെ ഡോക്ടറും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ പിള്ളേരുടെ പീഡിയാട്രിഷ്യൻ ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം മരുന്നുകൾ കൊടുക്കാറില്ല. അപ്പൊ നാച്ചുറൽ ആയിട്ട് അവരിൽ ആ ഇമ്മ്യൂണിറ്റി വളർന്നു വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോളൻ ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതിനെ പുച്ഛിച്ച് തള്ളേണ്ട ഒരു കാര്യമാണോ എന്നുള്ള കാര്യം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സൂപ്പർ ചോദ്യം. അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് വരുന്ന സംശയമാണ്. അപ്പോൾ അതെ. നമുക്ക് ഇതിപ്പോ സാൻഡ്ര ഒരു പൊതുജനത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാനിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ സാത്വിക് ഡയറ്റ് എന്ന് പറഞ്ഞ ഏതൊരു ചാനലിലെ കാര്യമാണ് പറഞ്ഞത്. ഈ സാത്വിക് കോളൻ മൂവ്മെന്റ്. ക്ലെൻസ് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ കോളൻ ക്ലെൻസിങ്, ലിവർ ക്ലെൻസിങ്, അതുപോലെ കിഡ്നി ക്ലെൻസിങ്, ഈ രക്തശുദ്ധി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നെങ്കിൽ ആ സൈഡിലോട്ടേ പോകരുത്. കാര്യം അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും ശുദ്ധിയാക്കേണ്ട കാര്യമില്ല. ശരീരം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലിവറും കിഡ്നിയും അതുപോലെയുള്ള കാര്യങ്ങളും ഉള്ളത്. പണ്ട് ആരോ ഒരാൾ പറഞ്ഞൊരു സാധനമുണ്ട്, എനിക്കിവിടെ കൈവിളി കേട്ടാണ്, വസ്ത്രധോത്തി എന്ന് പറഞ്ഞൊരു സാധനം. അതായത് ഈ തൊണ്ടയ്ക്കകത്തൊക്കെ ഭയങ്കര അഴുക്കാണല്ലോ, മറ്റേ അതായത് ഒരു സ്യുവർ പോലെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഫുൾ ഡബിൾ മുണ്ട് കുത്തിക്കയറ്റി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന പരിപാടി. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ അൺക്ലീൻ ആണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഈ കോളനകത്തൊക്കെ ഉള്ളതിനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പുറന്തള്ളാനുള്ള മെക്കാനിസം കോടിക്കണക്കിന് വർഷം കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു മിസ്കൺസെപ്ഷൻ ഞാൻ കേട്ടത്, നാച്ചുറോപ്പതിയും നാച്ചുറൽ ഹീലിംഗും വ്യത്യാസമുണ്ട്. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രകൃതി വിരുദ്ധമാണ് എപ്പോഴും ചികിത്സ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രകൃതി തരുന്ന സാധനമാണ് എന്ത്? നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും പാത്തോജൻസ് ഒക്കെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അസുഖം വരുന്നു എന്ന് പറയുന്ന കാര്യം അല്ലേ? അപ്പോ ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് തന്നെ ഒരു ഓക്സിമോറോണാണ്. ഇത് രണ്ടും ചേരാത്ത കാര്യമാണ്. ആക്ച്വലി ഈ പ്രകൃതിപരമായി തന്നെത്താനെ മാറിക്കോളും എന്ന് പറയുന്നതല്ല. ഇപ്പൊ മോഡേൺ മെഡിസിനിൽ അല്ലെങ്കിൽ മോഡേൺ സയൻസിലും പറയുന്ന ഒരു കാര്യം എന്താണ്? ഒരുവിധപ്പെട്ട അസുഖങ്ങൾ അല്ലെങ്കിൽ മെജോറിറ്റി അസുഖങ്ങൾ, ഇപ്പൊ സാൻഡ്രയുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ജലദോഷം, ചുമ അതുപോലെയുള്ള വരുന്ന നിസാരം സാധാരണ വൈറൽ ഇൻഫെക്ഷനുകളെല്ലാം ഒരു 7-8 ദിവസം കഴിയുമ്പോൾ തനിയെ ശമിക്കുന്ന അസുഖങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ മരുന്ന് എടുത്താലും ഇല്ലെങ്കിലും ആ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന ഒരു കാര്യമല്ലേ മരുന്ന്. അപ്പൊ അതുകൊണ്ടാണ് മെഡിക്കേഷൻ ഇല്ലാതെ ഈ പറഞ്ഞ മാറിയത്. പക്ഷെ ഒരു അസുഖം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് വേണ്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ ശാസ്ത്രം പറയുന്ന മാർഗം മാത്രമാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ കൊളോൺ ക്ലെൻസിങ് എന്ന് പറയുന്ന ഈ ഒരു അന്ധവിശ്വാസം, ഇത് ഗാന്ധിയുടെ സമയം തൊട്ടേ, ഗാന്ധിയാണ് ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് പോപ്പുലറൈസ് ചെയ്തത്. ഞാൻ പറയുന്നത് മോഹൻദാസ് കെ ഗാന്ധിയുടെ പേരാണ്, അല്ലാതെ രാഹുൽ ഗാന്ധി അല്ല, പാവം രാഹുൽ ഗാന്ധി. അപ്പം മോഹൻദാസ് ഗാന്ധി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിയെ സന്ദർശിക്കുന്ന എല്ലാവർക്കും പുള്ളി ആദ്യം ഈ എനിമ ഓഫർ ചെയ്യുമായിരുന്നു. നെഹ്റുവിന് വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. നെഹ്റു വേണ്ട, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കുറിപ്പിൽ പുള്ളി അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ജിന്ന, പട്ടേൽ ആരൊക്കെ ഇത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഈ എന്നും രാവിലെ നമ്മൾ ബാത്റൂമിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നോർമലി നാച്ചുറലി നമുക്ക് നല്ല ബ്രാൻ ബ്രെഡ്, കുറച്ച് ഫൈബറുള്ള
വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊളോൺ ക്ലെൻസ് ചെയ്ത് പോകും. അല്ലാതെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊന്നും ഇതിങ്ങനെ കെട്ടിക്കിടക്കില്ല, ഒന്നും കിടക്കില്ല. അപ്പം ഇത് ക്ലെൻസ് ചെയ്യേണ്ട ഒരു സാധനമല്ല ഈ കൊളോൺ, കാരണം അത് നാച്ചുറലി അവിടെ ക്ലീനിങ് നടക്കുന്നതാണ്. അപ്പം ഇതൊരു യാതൊരു ക്ലിനിക്കൽ എവിഡൻസും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ കൊളോൺ ക്ലെൻസിങ് എന്ന് പറയുന്ന ഈ കലാപരിപാടി. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സാൻഡ്ര പറഞ്ഞ പോലെ ഇതുവരെ നമ്മൾ തെളിവുണ്ടെങ്കിൽ മാത്രമേ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷേ നാളെ ഇത് തെളിവ് കൊണ്ടുവന്നാൽ അത് നല്ല ഉപയോഗമുള്ളൊരു കാര്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെളിവുണ്ടെങ്കിൽ അതൊരു ഉപയോഗമുള്ളൊരു കാര്യമായിട്ട് മാറും. പക്ഷേ തെളിവില്ലാത്ത അടിസ്ഥാനത്തിൽ നാളെ അത് ഉപയോഗമുള്ളൊരു കാര്യമായി മാറുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് നമുക്ക് അപകടം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു കാര്യവുമില്ലാതെ കോളൻ ഇങ്ങനെ എപ്പോഴും ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കോളൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ എപ്പോഴും നമ്മുടെ വയറിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ വയറ്റിനുള്ളിൽ, അതായത് ഗട്ടിൽ ഒരുപാട് ഉപയോഗമുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആ മൈക്രോബിയൽ ഫ്ലോറയെ നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈവൻ നമ്മൾ ചില ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ പോലും സംഭവിക്കുന്നത് അതാണ്. നമ്മുടെ ഗട്ടിനകത്തുള്ള മൈക്രോബിയൽ ഫ്ലോറയിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള മൈക്രോബയോം റിസർച്ച് കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ രീതിയിലുള്ള ഫുഡിൻ്റെ ഡിഫറൻസ് പോലും വളരെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ മൈക്രോബിയൽ ഫ്ലോറയെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് മൈക്രോബിയൽ ഫ്ലോറ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ, ഡൈജഷൻ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിന് വെറുതെ ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ദോഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റോ എന്ന പേരിലുള്ള ആൾ ഫേസ്ബുക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ അന്തം വിട്ടുപോയി, ഇങ്ങനെ ഒരു ചോദ്യം 2024 എഴുതാനും ടൈപ്പ് ചെയ്യാനും അറിയാവുന്ന ഒരാൾ ആ ചോദ്യമാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇനി ഡിലീറ്റ് ചെയ്തോന്ന് അറിയത്തില്ല. യെസ്, ഹിയർ ഇറ്റ് ഇസ്. ദിസ് ഇസ് ദ $1 million question. The kidney is filtering. So after filtering, where does the things that filtered go? മൂത്രമൊഴിക്കുന്നു എന്നുള്ള സംഭവം പുള്ളി ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം ഈ മൂത്രമൊഴിക്കുന്നത് എങ്ങനെയാണ്, ഈ കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ട്, അതുകൊണ്ടാണ് മൂത്ര ചികിത്സകരോട് നമ്മൾ പറയുന്നത് ആ വെള്ളം എടുത്ത് കുടിക്കരുത്. അതെ. അപ്പോൾ ക്രിസ്റ്റോ തോമസ്, താങ്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കിഡ്നി ഫിൽട്ടർ ചെയ്ത് അത് യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്നു. അവിടുന്ന് യൂറേറ്റർ വഴി അല്ലെ, ബാക്കി പേരുകൾ പറയുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം പൂട്ടിക്കെട്ടി ചാനൽ പോകും. അതുകൊണ്ട് അത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു.